ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ ഇലക്ഷന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ നല്ല രസമായിട്ട് കാണാൻ പറ്റുന്ന പരിപാടികളെല്ലാം സിനിമയിലുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ദെൻ ഇറ്റ് ഹാസ് സം ഇൻസിഡൻസ്. നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ വായിച്ചിട്ടുള്ളതുമായ പല ഇൻസിഡൻസും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസും സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരു ഇമോഷണൽ ബാക്ക്ഡ്രോപ്പിലാണ് നമ്മുടെ ഡയറക്ടർ എടുത്തിരിക്കുന്നത്. ഈ ഡയറക്ടറിന്റെ ബി ഉണ്ണികൃഷ്ണന്റെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നല്ല, ബട്ട് ദെൻ കമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും കുറച്ചൊരു വേറൊരു രീതിയിൽ എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് കാണുന്ന ആളാണെങ്കിൽ വായിച്ചാൽ മതി. ടി വി ചാനൽ കാണണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് കണക്റ്റ് ആവും ഈ സിനിമ. കാരണം നമ്മൾ നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. ബാലേന്ദ്ര മേനോൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിട്ട് സാമ്യതയുള്ള ക്യാരക്ടറാണ്. ബട്ട് ദെൻ ഇതൊരു ബയോപിക്കോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ബട്ട് ദെൻ ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ മകനായിട്ട് നിവിൻ പോളി വരുന്നു. നിവിൻ പോളി ജോൺ വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പല പല കാര്യങ്ങളും നടത്തുന്നുണ്ട് ഇൻ മൂവി ആൻഡ് ദ സ്റ്റോറി. അപ്പോൾ പറയുന്നില്ല, സ്പോയിലർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു രസമുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചെയ്യാനായിട്ട് ബി ഉണ്ണികൃഷ്ണന് സാധിച്ചിട്ട് എന്ന് തന്നെയാണ് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ സിനിമയിൽ മീഡിയനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു ട്രഡീഷണൽ മീഡിയ ഫോളോ ചെയ്യുന്ന സെറ്റപ്പ് ഒന്നല്ല നമ്മുടെ മീഡിയ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. വളരെ എന്താ പറയുക, വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതിന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷെറഫുദ്ദീൻ ചെയ്യുന്ന വില്ലൻ ക്യാരക്ടർ ഒരു വലിയ കോർപ്പറേറ്റ് ആണ്. അപ്പോൾ അയാൾ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പൊളിറ്റിക്സിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റും മീഡിയ ഒക്കെ ഇപ്പോൾ ആരാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് ഒക്കെ, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, അതിൻ്റെ റെഫറൻസ് ഒക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും എനിക്ക് വളരെയധികം എന്താ പറയുക, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാണാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. നിവിൻ പോളി ബാലേന്ദ്ര മേനോൻ കോമ്പിനേഷനും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് ആണെങ്കിലും ഈവൻ നമ്മുടെ സായ് കുമാർ, മണിയമ്പിൾ രാജു, അങ്ങനെ എല്ലാവരും, ഹൈസ് അശോകൻ, എല്ലാവരും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമ.